നെന്മാറയിലെ പോത്തുണ്ടിയിലാണ് നാടിനെ നടുക്കിയ ഈ സംഭവം ഉണ്ടായത്. മറ്റൊരു വാർത്തയിലേക്ക്. പാലക്കാട് ബിജെപിയിലെ പൊട്ടിത്തെറിക്ക് താൽക്കാലിക പരിഹാരമായി RSS നേതൃത്വം ഇടപെട്ടതോടെ കൗൺസിലർമാരുടെ രാജി ഒഴിവായിരിക്കുകയാണ്. പ്രശാന്ത് ശിവനെ ജില്ലാ പ്രസിഡന്റായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ നിന്ന് പക്ഷേ വിമതർ വിട്ടുനിന്നു. വിമത കൗൺസിലർമാർ യോഗം ചേർന്ന് തുടർ നടപടികൾ തീരുമാനിക്കും. പാലക്കാട് നഗരസഭാ ഭരണം കൈവിടുമെന്ന സാഹചര്യത്തിലാണ് RSS നേതൃത്വം ഇടപെട്ടത്. അനുനയ നീക്കത്തിനൊടുവിൽ സമവായത്തിലെത്തിയ വിമതർ രാജിയിൽ നിന്ന് പിന്മാറി. നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിക്കാനും ധാരണയായി. പ്രശാന്ത് ശിവനെ ജില്ലാ പ്രസിഡന്റായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് വിമതർ അറിയിച്ചെങ്കിലും ചടങ്ങിനെത്തിയില്ല. വിമത സ്വരമുയർത്തിയ കൗൺസിലർമാർ യോഗം ചേർന്ന് തുടർ നടപടികൾ സ്വീകരിക്കും. ജില്ലാ പ്രസിഡന്റ് പട്ടിക കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചതാണെന്നും ഇതിനെതിരെ സംസാരിക്കാൻ ആർക്കും ആകില്ലെന്നുമായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം. നമുക്ക് വളരെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സംഘടനാ തെരഞ്ഞെടുപ്പാണ് ഞങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഒരസ്വാരസ്യവും എവിടെയുമില്ല. ചില ആളുകൾ ഇന്നലെ കുറേ വാർത്തകളൊക്കെ പുറത്തു വന്നതൊഴിച്ചാൽ 27 സ്ഥലങ്ങളിൽ എല്ലാം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാവുമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു. BJP പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോൾ സ്ത്രീകൾക്ക്, യുവാക്കൾക്ക്, മതന്യൂനപക്ഷങ്ങൾക്കൊക്കെ കൂടുതൽ അവസരങ്ങൾ കൊടുക്കുമ്പോൾ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാവും. പാലക്കാട് BJPയിലെ ഭിന്നതയിൽ പ്രതികരിക്കാൻ ശോഭാ സുരേന്ദ്രൻ തയ്യാറായില്ല. സംഘടനാ ചർച്ചയുടെ ഭാഗമായി പാലക്കാട് പോയിട്ടില്ലെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ഞാൻ ഒരു സംഘടനാ ചർച്ചയുടെ ഭാഗമായിട്ടും പാലക്കാട് ജില്ലയിലേക്ക് പോയിട്ടില്ല. ചില ആളുകൾ എന്നെ വ്യക്തിഹത്യ നടത്താൻ വേണ്ടിയിട്ട് പാലക്കാടുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട്, ഇവിടത്തെ മാധ്യമ സുഹൃത്തുക്കളോടുള്ള എന്റെ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസവും നിങ്ങളോട് പറഞ്ഞിരുന്നു, നമുക്ക് വേണ്ടത് കേരളത്തിന്റെ മാറ്റമാണ്. ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാവരും സംതൃപ്തരാണെന്നായിരുന്നു KS രാധാകൃഷ്ണന്റെ പ്രതികരണം. BJPയെ ശക്തിപ്പെടുത്തുന്നതാണ് പുതിയ മാറ്റമെന്നായിരുന്നു നേരത്തെ PK കൃഷ്ണദാസ് പ്രതികരിച്ചത്. ഞങ്ങൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങളുടെ ലക്ഷ്യം അടുത്തു വരുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പും അതിനുശേഷം വരുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ്. അത് ഞങ്ങൾ അത്ഭുതകരമായ തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കും. അതിൻ്റെ മുന്നോടിയായിട്ടാണ് പുതിയ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. ഏതായാലും പാർട്ടിയെ ശക്തിപ്പെടുത്താനാണ് ഈ തെരഞ്ഞെടുപ്പ്. യുവ നേതാവിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതാണ് വൻ പൊട്ടിത്തെറിയിലേക്ക് നയിച്ചത്. 9 കൗൺസിലർമാർ രാജ്യഭീഷണി മുഴക്കിയതോടെ നഗരസഭാ ഭരണം നഷ്ടപ്പെടുമെന്ന സാഹചര്യമായിരുന്നു. RSS ഇടപെടലിൽ താൽക്കാലിക പരിഹാരമായെങ്കിലും ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ കാക്കുകയാണ് വിമതരെന്നാണ് സൂചന. വിമത കൗൺസിലർമാരുടെ യോഗത്തിൽ ഭാവി പരിപാടികൾ സംബന്ധിച്ച് കൂടുതൽ തീരുമാനങ്ങളുണ്ടാകും. ന്യൂസ് ഡെസ്ക്, News 18.